Galaxy Z Fold 3 ആ ഒരു ഫോണാണ് നമ്മൾ കണ്ടത്. ഇതാണ് സംഭവം. ഞാൻ 2-3 ദിവസമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കിട്ടുന്ന സംഭവമാണ് കേട്ടോ. ഫ്യൂച്ചർ ഇനി ഫോൾഡിംഗ്, ഫ്ലിപ്പ് അത്തരം ഫോണുകളിലേക്കാണ്. ഫ്ലിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. ഫോൾഡിംഗ് ഫോണുകളും ഫ്ലിപ്പ് ഫോണുകളൊക്കെ തന്നെയാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ റോളബിൾ ഫോണുകൾ എന്നൊക്കെ പറയാം. കാരണം നോർമൽ ഫോണുകൾ ഇനി മാറാൻ പോവുകയാണ്. എന്തായാലും അങ്ങനെ ഫ്യൂച്ചറിൻ്റെ ഭാവിയിലെ ഒരു ടെക്നോളജിയാണ് ഫോൾഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കയ്യിൽ ഇരിക്കുകയാണ് ഇപ്പോൾ തന്നെ. എന്തായാലും കിഡിലൻ സെറ്റപ്പാണ്. ഒരു ടാബായിട്ട് ഉപയോഗിക്കാം. ആവശ്യം കഴിഞ്ഞാൽ ഒരു ഫോൺ പോലെ മടക്കിയെടുക്കുകയും ചെയ്യാം. ആവശ്യം വരുമ്പോൾ തുറന്ന് ടാബാക്കി ഉപയോഗിക്കാം. സോ വളരെ വളരെ നൂതനമായ ഒരു സംവിധാനം തന്നെയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. Gopaisa എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. കുറേയധികം ക്യാഷ് ബാക്കും കൂപ്പണുകളൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിനകത്ത് 1500-ലധികം പ്ലാറ്റ്ഫോമുകൾ വരുന്നുണ്ട്. അതായത് ആമസോൺ, മിന്ത്ര, ആജിയോ, അതേപോലെ ടാറ്റ ക്ലിക്ക്, അങ്ങനെ ഒട്ടനവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് എല്ലായ്പ്പോഴും കിട്ടുകയാണെങ്കിൽ അമേസിംഗ് അല്ലേ. ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് 25 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി കിട്ടും. ഇങ്ങനെ സൈനപ്പ് ചെയ്ത് നിങ്ങൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് ഒട്ടനവധി പ്ലാറ്റ്ഫോമുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ ആയിട്ട് ഒട്ടനവധി പ്ലാറ്റ്ഫോമുകൾ കാണാം. ഇവിടെ നമ്മൾ എക്സാമ്പിൾ അതിനകത്ത് ആമസോൺ നിങ്ങൾ സെർച്ച് ചെയ്ത് അതിനകത്ത് ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാനിവിടെ ആമസോൺ സെർച്ച് ചെയ്യുകയാണ്. ഗെറ്റ് ക്യാഷ് ബാക്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റീഡയറക്ട് ചെയ്ത് ആമസോണിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം നമുക്ക് സെർച്ച് ചെയ്ത് പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ഫിനിഷ് ചെയ്ത് നമ്മൾ എക്സിറ്റ് അടിച്ച് വന്നു കഴിഞ്ഞാൽ Gopaisa ആപ്ലിക്കേഷന്റെ ഏണിംഗ് സെക്ഷനിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ക്യാഷ് ബാക്ക് കിട്ടിയിരിക്കുന്നത് കാണാം. ചിലപ്പോൾ അത് പെൻഡിങ് ആയിരിക്കും കാണിക്കുന്നത്. 24 to 48 അവേഴ്സിനുള്ളിൽ അത് കൺഫേം ആവും. അങ്ങനെ നിങ്ങൾ റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല, പ്രൊഡക്റ്റ് റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് കൺഫേം ആയി നിങ്ങൾക്ക് ആ എമൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഈ ഒരു സംഗതി നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട് ഈ ആപ്ലിക്കേഷനകത്ത്. നിങ്ങൾ ഈ നടത്തുന്ന ഒരു പർച്ചേസിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഡയറക്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ ഒരു ടാഗ് ഒക്കെ ചെയ്ത് വിടുക. Gopaisa ഇൻസ്റ്റാഗ്രാമിൽ Gopaisa'ക്ക് ഒരു ടാഗ് ചെയ്ത് വിടുകയാണെങ്കിൽ iPhone 12 വിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. സോ അതും കൂടി ചേർത്ത് ട്രൈ ചെയ്യാം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. എന്തായാലും ഫോൾഡിന്റെ മേന്മകൾ ഞാൻ പറഞ്ഞ് ഇനി ഒരുപാട് മുഷിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാം എത്രത്തോളം യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു സംഗതി എന്നുള്ളത്. നമുക്ക് ഇത് എങ്ങനെയുണ്ട്, ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിന്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, ഇതിന്റെ ക്യാമറ എങ്ങനെയുണ്ട്, ഓവറോൾ ഇത് വാങ്ങിച്ചാൽ വെറുത്തായിരിക്കും. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബിൽഡ് ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല സ്റ്റൈൽ ആൻഡ് ഡിസൈൻ തന്നെയാണ്, ഒന്നും പറയാനില്ല. ഒരു ഫോൾഡിംഗ് ഫോൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ആർമർ ഗ്രേഡ് അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഫോണുകളെ സംബന്ധിച്ച് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഇതിന്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. സോ നല്ല സ്ട്രോങ് ആയ ഫോണാണ്. ഡിസ്പ്ലേ ഗ്ലാസ് സൈഡൊക്കെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് കൊണ്ടാണ്. സോ അതും സ്ട്രോങ്ങസ്റ്റ് സെറ്റപ്പ് തന്നെയാണ്. ഇതിൻ്റെ ഒപ്പം IPX8 എന്ന് പറയുന്ന വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനവും വരുന്നുണ്ട്. സോ ഒരു ഫോൾഡിംഗ് ഫോണിലൊക്കെ വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനം കൊണ്ടുവരാന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് ആണ്. എന്തായാലും അതും സാംസങ് ഇവിടെ അച്ചീവ് ചെയ്തിരിക്കുകയാണ്. ബിൽഡ് ക്വാളിറ്റി ഈ 2-3 ഘടകങ്ങൾ കൊണ്ട് തന്നെ ടോപ്പ് നോച്ചാണ്. കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓവറോൾ വളരെ കംഫർട്ടബിളും കൂടിയാണ് കയ്യിൽ പിടിക്കാൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം. കാരണം എൻ്റെ കയ്യിൽ സിമ്പിളായിട്ട് ഫീലായി നിൽക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല, വളരെ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഇതിന്റെ സൈസും വെയിറ്റും ഒക്കെ ഇതിൽ കൂടുതലാണ്. ആക്ച്വലി കംഫർട്ടബിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ അതൊക്കെ കൂടുതലാണ്. ഇതിന്റെ ഡിസ്പ്ലേ സൈസ് 7.6 ഇഞ്ചാണ്. വലിയൊരു ഡിസ്പ്ലേ ആണ്. ടാബിന്റെ പോലത്തെ വലിയ ഡിസ്പ്ലേ ആണ് മെയിൻ ഡിസ്പ്ലേ. കവർ ഡിസ്പ്ലേ വന്നിട്ട് 6.2 ഇഞ്ച് വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ തന്നെയാണ് ഫ്രണ്ടിലും കവർ ഡിസ്പ്ലേയും വരുന്നത്. തിക്നെസ് വന്നിട്ട് 14.4 mm ആണ് ഇതിന്റെ മടക്കി വെച്ചിരിക്കുമ്പോഴുള്ള തിക്നെസ്. നിവർത്തി കഴിഞ്ഞാൽ ഉള്ളതിലേക്ക് വെച്ച് വളരെ സ്ലിമ്മസ്റ്റ് ആയ ഒരു ടാബ് ആയിരിക്കും ഇത്. കാരണം 6.4 mm ഇതിന്റെ തിക്നെസ് വരുന്നുള്ളൂ. സോ സ്ലിം ആയ ഒരു ടാബാണ്. അത് മടക്കിയാൽ മാത്രമാണ് ഈ ഒരു തിക്നെസ് വരുന്നത് 14.4 mm. പക്ഷെ അങ്ങനെ വരുമ്പോൾ വലിയ തിക്കായ ഒരു ഫോൺ കയ്യിൽ പിടിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിക്കേണ്ട. ഫോം ഫാക്ടർ ചെറുതാണ്, അതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. 24.5:9 ആസ്പെക്ട് റേഷ്യോ ആണ് ഇതിന്റെ കവർ ഡിസ്പ്ലേക്ക്. അത് ഇത്തിരി നീളം കൂടിയ ഡിസ്പ്ലേ ആണെന്ന് സാരം. അതുകൊണ്ടാണ് ഇത്രയും കംഫർട്ടായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ കഴിയുന്നത്. സോ കംഫർട്ടായിട്ട് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ടാബ് പോലത്തെ ഒരു സെറ്റപ്പാണ് ഈ Galaxy Z Fold 3. ഇതിന്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ് കേട്ടോ. 271 ഗ്രാം ഒക്കെ വരുന്നുണ്ട്. ഇതൊരു കുഞ്ഞി ഫോണല്ല, ഒരു ടാബാണെന്ന് ഓർക്കണം. അപ്പോൾ ആ ഒരു വെയിറ്റ് ആക്സെപ്റ്റബിൾ ആണ്, ഒരു ഹെവി വെയിറ്റ് അല്ല. ഇനി ഇതിന്റെ ഡിസ്പ്ലേ ക്വാളിറ്റി എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല ക്വാളിറ്റി. സാംസങ്ങിന്റെ ഡിസ്പ്ലേ ഒരു കാലത്ത് മോശമായി നമ്മൾ കണ്ടിട്ടില്ല. എക്സലന്റ് ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് വരുന്നത്. 120 Hz റീഫ്രഷ് റേറ്റും HDR10 ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഡീസന്റ് ഡിസ്പ്ലേ ആണ്. വലിയ ഡിസ്പ്ലേ 7.6 ഇഞ്ച് വരുന്ന ഇതിന്റെ ഉള്ളിലത്തെ ഡിസ്പ്ലേ. ഫ്രണ്ടിൽ വന്നിട്ടുള്ള ഡിസ്പ്ലേയും നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെയാണ്, യാതൊരു ഇഷ്യൂ ഇല്ല. അവിടെ ഒരു പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് കാണാം സെൽഫിക്ക് വേണ്ടിയിട്ട്. സെൽഫി പക്ഷേ മെയിൻ ക്യാമറ കൊണ്ട് കൊടുക്കാം കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഡിസ്പ്ലേ വൈസും യാതൊരു ഇഷ്യൂ ഇല്ല. ഇതിന്റെ പ്രൊസസർ വന്നിട്ട് Snapdragon 888+ ആണ്. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. ടോപ്പ് നോച്ച് പ്രൊസസറാണ്, ബെസ്റ്റ് ക്വാളിറ്റി. നിങ്ങൾക്ക് ഇവിടെ കാണാം മൂവ്മെന്റ് ഒക്കെ വളരെ സ്മൂത്ത് ആണ്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ പക്ക സ്മൂത്ത് ആണ്. 120 Hz റീഫ്രഷ് റേറ്റും കൂടി ഉള്ളതുകൊണ്ടാവണം പക്ക സ്മൂത്ത്. അത് കവർ ഡിസ്പ്ലേ ആയാലും ശരി, അകത്തെ വലിയ ഡിസ്പ്ലേ ആയാലും ശരി, നല്ല സ്മൂത്ത് ആയ ഒരു ഓപ്പറേഷൻസ് ആണ് നമുക്ക് തരുന്നത്. പക്ക സ്മൂത്ത് ആയ നല്ല ഡിസ്പ്ലേ, നല്ല പെർഫോമൻസ്. ഈ ഒരു പ്രൊസസറിന്റെ പവർ ഉള്ളത് കൊണ്ട് തന്നെ
നല്ല പെർഫോമൻസും ഉണ്ട്. അതുപോലെ യൂസേജിനകത്ത് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങൾ വരുന്നില്ല. ഗെയിമൊക്കെ നമുക്ക് കളിക്കാം. ഞാനിവിടെ BGMI കളിച്ച് നോക്കി. ടാബ് മോഡൽ പിടിച്ചുകൊണ്ട് BGMI ഞാൻ കളിച്ച് നോക്കി. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഗെയിം പ്ലേയുടെ ഒരു രീതി. ഇത് ഈ ഒരു ആസ്പെക്ട് റേഷ്യോയിൽ വരുമ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കളിക്കാൻ. ബട്ട് എങ്കിൽ പോലും ടാബിൽ നിങ്ങൾക്ക് BGMI ഇതുപോലെ വലിയ രീതിയിൽ വിഷ്വൽ കണ്ടുകൊണ്ട് ഗെയിം കളിക്കാം. കവർ ഡിസ്പ്ലേ വേണമെങ്കിൽ ഈ കവർ ഡിസ്പ്ലേയിലും കാണാം. ഈ കവർ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് BGMI കളിക്കാം. ബട്ട് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്. അതുകൊണ്ട് തന്നെ ഇച്ചിരി വീതി കൂടുതലാണ് നമുക്ക് കാണുമ്പോൾ. കളിക്കുമ്പോൾ ഒരു ചെറിയ കംഫർട്ട് കുറവുണ്ട്. ബട്ട് അവിടെയും നമുക്ക് കളിക്കാൻ പറ്റും. എന്തായാലും ഇതിൻ്റെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ഞാൻ നമ്മുടെ ടെക് റൈഡ് എന്ന ചാനലിലേക്ക് ഇടുന്നുണ്ട്. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറക്കാതെ പോയി ഫോളോ ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ഗെയിമിംഗ് റിവ്യൂവും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയാം. എന്തായാലും ഓവറോൾ നല്ല രീതിയിൽ ഗെയിം അടക്കമുള്ള കാര്യങ്ങൾ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കളിക്കാൻ പറ്റുന്ന ഈ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളെ കണ്ട രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ പെർഫോമൻസ് തരുന്നത്. എക്സലന്റ് പെർഫോമൻസ്, ഒരു തരത്തിലുള്ള ഇഷ്യൂ അവിടെ ഇല്ല. ഇനി ഇതിൻ്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ 3 12 മെഗാപിക്സൽ ക്യാമറകളാണ്. ഒരു എണ്ണം ടെലിഫോട്ടോ ക്യാമറയാണ്, ഒരെണ്ണം വൈഡ് ആംഗിൾ, ഒരെണ്ണം നോർമൽ മെയിൻ ക്യാമറ. 3 12 മെഗാപിക്സലാണ്. ഫ്രണ്ടിൽ വന്നിട്ട് സെൽഫിക്ക് 10 മെഗാപിക്സൽ. തുറന്നാൽ ഈ തുറന്നിരിക്കുമ്പോൾ നമുക്ക് വല്ല വീഡിയോ കോൾ എന്തെങ്കിലും ചെയ്യണമെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ക്യാമറ കൊടുത്തിട്ടുണ്ട്, അണ്ടർ ഡിസ്പ്ലേ ക്യാമറ. അത് 4 മെഗാപിക്സലാണ്. അവിടെ നിങ്ങൾക്ക് വലിയ ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ട. അത് എന്തെങ്കിലും ചെറിയ പർപ്പസുകൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. എന്തായാലും ഇങ്ങനെ 5 ക്യാമറകളാണ് ഇതിൽ വരുന്നത്. ഇമേജ് സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് ഇവിടെ സ്ക്രീനിൽ കാണാം. ഞാനിപ്പോൾ ഈ ഒരു ക്യാമറ പിടിച്ചിരിക്കുന്നത് സെൽഫി ക്യാമറയാണ്. ബട്ട് ഇത് സെൽഫി ക്യാമറ അല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്, മെയിൻ ക്യാമറയാണ്. നിങ്ങൾക്ക് കാണാം. ഞാൻ മെയിൻ ക്യാമറ കവർ ചെയ്യുമ്പോൾ സ്ക്രീൻ മറയുന്നതാണ്. അതായത് നമുക്ക് മെയിൻ ക്യാമറ ഇതുപോലെ സെൽഫി ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം. കിടിലൻ ക്വാളിറ്റി കിട്ടും. എന്തായാലും സാമ്പിളുകൾ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയും നമുക്ക് ക്യാമറ യൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിന്റെ സാമ്പിളുകൾ നമുക്ക് കണ്ടു നോക്കാം. എന്താ ഇവിടെ നിങ്ങൾ ഈ കാണുന്നത് നോർമൽ സെൽഫി ക്യാമറയാണ്. ഇതിന്റെ 10 മെഗാപിക്സൽ സെൽഫി ക്യാമറയുടെ ഇമേജ് ആണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി? എന്നെ സംബന്ധിച്ച് കിടിലൻ ക്വാളിറ്റി ആയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ബെസ്റ്റ് ക്വാളിറ്റി ക്യാമറയാണ് സെൽഫിക്ക് കൊടുത്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ സെൽഫി എടുത്താൽ അതുപോലെ വൈഡ് ആംഗിളിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെൽഫി എടുക്കാം. ഞാൻ നോർമലി ക്ലിക്ക് ചെയ്തിരിക്കുന്ന നോർമൽ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് മെയിൻ ക്യാമറയുടെ നോർമൽ സെൽഫികളാണ്. കളറിൽ ഒരു ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലേ, സാച്ചുറേഷനൊക്കെ ഇച്ചിരി കൂടിയിട്ട്. ബട്ട് ക്വാളിറ്റി ഹൈ എൻഡ് ക്വാളിറ്റി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സോ മെയിൻ ക്യാമറ കൊണ്ടും 10 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ കൊണ്ടും നിങ്ങൾക്ക് ഇമേജുകൾ ക്യാപ്ചർ ചെയ്യാം. വൈഡ് ആംഗിൾ മെയിൻ ക്യാമറയിലെ വൈഡ് ആംഗിൾ ക്യാമറ കൊണ്ടും നിങ്ങൾക്ക് സെൽഫി ക്യാപ്ചർ ചെയ്യാം. മെയിൻ ക്യാമറ ഇമേജ് സാമ്പിളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയുള്ള ഡീസൻ്റ് ആയ മെയിൻ ക്യാമറ ഇമേജുകളാണ് കാണുന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയ ക്യാമറ റിവ്യൂ നമ്മുടെ ടെക് റൈഡ് എന്ന ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ തന്നെ വേണോ ഞാൻ ആലോചിച്ചിട്ട് എന്തായാലും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയ ഒരു ക്യാമറ റിവ്യൂ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് വീഡിയോ സാമ്പിളാണ്. ഇതിന്റെ മെയിൻ ക്യാമറയിൽ നിങ്ങൾക്ക് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെ ഷൂട്ട് ചെയ്യാം. ഇതൊരു നോർമൽ ഫുൾ HD വീഡിയോയുടെ ഒരു സാമ്പിളാണ്. ഒരു ഡീസന്റ് ക്വാളിറ്റിയാണ്. നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും ഉണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. സെൽഫി ക്യാമറയുടെ വീഡിയോ സാമ്പിളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ഡീസന്റ് ക്വാളിറ്റി. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വന്നാലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയാണ് നമ്മളിവിടെ കാണുന്നത്. നല്ല ഡീസൻ്റ് ആയ ഒരു വീഡിയോ ക്വാളിറ്റി. നിങ്ങൾക്ക് ചുറ്റുമുള്ള ലൈറ്റുകൾ നോക്കാം. പല രീതിയിൽ പല പവറിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റുകളാണ് ചുറ്റുമുള്ളത്. ബട്ട് അതെല്ലാം കൺട്രോൾഡ് ആണ്. ഒപ്പം മെയിൻ സബ്ജക്റ്റും കൺട്രോൾഡ് ആണ്. എല്ലാം ഡീസൻ്റ് ആയ രീതിയിൽ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ ലൊക്കേഷനെ ക്യാപ്ചർ ചെയ്യാൻ ഇതിന്റെ ക്യാമറയ്ക്ക് സാധിക്കുന്നുണ്ട്. സോ ഒരു ഗുഡ് ക്വാളിറ്റി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ക്യാമറ കൊണ്ട് സാധിക്കും. സോ ഡേ ലൈറ്റിലായാലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലായാലും നിങ്ങൾക്ക് ഇമേജുകളായാലും ശരി വീഡിയോസ് ആയാലും ശരി നല്ല ക്വാളിറ്റിയിൽ തന്നെ എടുക്കാൻ സാധിക്കുന്നുണ്ട്. കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിന്റെ ക്യാമറ റിവ്യൂവിൽ ഷെയർ ചെയ്യാം. ഇനി ഇതിന്റെ ബാറ്ററി 4400 mAh ആണ്. ഇത്രയും വലിയൊരു ടാബിന് ഇങ്ങനെ ഒരു ഫോൾഡിംഗ് ഫോണിന് 4000 mAh ബാറ്ററി, 4400 mAh ബാറ്ററി സഫീഷ്യന്റ് ആയിരിക്കും. വലിയ ബാറ്ററി വേണ്ടേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ ബാറ്ററി വേണം. ബട്ട് മിനിമൽ യൂസ് ആണ് നിങ്ങൾക്കെങ്കിൽ ഒരു പ്രശ്നവുമില്ല, നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ഒരു ദിവസം ഇത്ര ഡീസൻ്റ് ആയിട്ട് കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓപ്പൺ ചെയ്തിട്ടുള്ള യൂസ് നമുക്ക് അധികം വരുന്നില്ല. അതായത് ഈ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം വരുന്നത് നോർമലി ഒരു വാട്സപ്പ് നോക്കാനോ ഒരു ഇൻസ്റ്റ നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒന്നിനും തന്നെ ഒരു കോൾ ചെയ്യാനോ ഒന്നിനും നമുക്ക് ഈ വലിയ ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിത് തുറക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? എനിക്കിത് തുറക്കേണ്ടി വന്നത് അത്യാവശ്യം ചില ബ്രൗസിങ്ങൾ നടത്താനും ഇത്തിരി നേരം യൂട്യൂബ് കാണാൻ ഫ്രണ്ടിൽ പറ്റാഞ്ഞിട്ടല്ല. ഇതിങ്ങനെ മടക്കി ഫ്ലക്സ് മോഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് എവിടെ വേണമെങ്കിലും വെച്ച് സുഖമായിട്ടിരുന്ന് കാണാമല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ യൂട്യൂബ് കാണാൻ വേണ്ടി ഇത് തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ഒരു ടാബായിട്ട് ഇത് വർക്ക് ചെയ്യേണ്ടെന്ന ആവശ്യം വരുന്ന സമയത്ത് മാത്രമേ നമുക്കിത് തുറക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം ബാറ്ററി ലൈഫ് കിട്ടിയിരിക്കുന്നത്. കാരണം ഒരു ഇത്രയും നേരത്തോടെ നേരം എത്തിയിട്ട് വീണ്ടും 33%. ബട്ട് നിങ്ങൾ തുറന്ന് കൂടുതൽ ടൈം വലിയ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ബാറ്ററി ഡ്രോപ്പ് ആവും. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് ഈ ഒരു ലൈഫ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. ബട്ട് വെയിറ്റ് ഞാൻ ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. ഞാനാണെങ്കിൽ ഇത്തിരി ബിസി ആയിരുന്നു.
ഇപ്പോൾ ഇനി 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ബിസി ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഞാനിത് ഗംഭീരമായിട്ട് യൂസ് ചെയ്ത് തുടങ്ങും. ഒരു ഫുൾ റിവ്യൂ ഇതെങ്ങനെയുണ്ട് സത്യത്തിൽ, ഇതിൻ്റെ ഡിസ്പ്ലേ ഞാൻ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഡയറക്റ്റ് സൺലൈറ്റും ക്രൗഡിലൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഓവറോൾ എങ്ങനെയുണ്ടെന്നുള്ള യൂസർ എക്സ്പീരിയൻസ് ഞാൻ വരും ദിവസങ്ങളിൽ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോയിൽ പറയാം. സോ മറക്കാതെ നമ്മുടെ ടെക് റൈഡ് ചാനൽ ഫോളോ ചെയ്യുക. ഗെയിമിംഗ് റിവ്യൂ, ഡീറ്റെയിൽഡ് ക്യാമറ റിവ്യൂ ഒക്കെ അവിടേക്ക് വരുന്നുണ്ട്. കൂടാതെ ഡീറ്റെയിൽഡ് റിവ്യൂ ഇവിടെ തന്നെ വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. സോ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.